ഇന്ന് ഉണക്കച്ചെമ്മീൻ പരിപ്പ് വെച്ചൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ സാധാരണ ഉണക്കച്ചെമ്മീൻ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. നമസ്കാരം, എല്ലാവർക്കും ഷൈനി മിഷനിലേക്ക് സ്വാഗതം. ഇതിനായി അരമുറി തേങ്ങ തിരുമ്മിയതെടുക്കാം, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി, പിന്നെ 1.5 ഇഞ്ച് നീളത്തിൽ വലുപ്പമുള്ള ഇഞ്ചി, ചെറിയുള്ളി 5 6 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞുണക്കിയ ഉണക്കച്ചെമ്മീൻ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കൈക്കൊരു പിടിയുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ ഉണക്കച്ചെമ്മീനാണ്. ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ട് ഇതുപോലെ മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളക് കൂടെ ചേർക്കാം. കുറച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് അടി പിടിക്കാതെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മൂത്താൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ആദ്യം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ 1/4 ഭാഗം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ആദ്യം അരച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച ചെമ്മീൻ്റെ 1/4 ഭാഗം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരു കുഞ്ഞുപിടി ചെമ്മീൻ അവസാനം ചേർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് നോക്കാം. ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉണക്കച്ചെമ്മീനായതുകൊണ്ട് ഉപ്പുള്ളത് കൊണ്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനൂടെ ഇതിലിടാം. ചമ്മന്തി അരച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആ ചെമ്മീൻ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഉണക്കച്ചെമ്മീൻ ഇട്ടതിന് ശേഷം ഇനി അരയ്ക്കൊന്നും വേണ്ട, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ പെട്ടെന്നൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.